ഇപ്പോൾ ഉള്ളത് നമ്മുടെ ദേവാസുരം അതുപോലെ ആറാം തമ്പുരാനൊക്കെ ഷൂട്ട് ചെയ്ത് വരിക്കാശ്ശേരി മനയുടെ മണ്ണിലാണ്. അപ്പോൾ നമുക്ക് വരിക്കാശ്ശേരി കാണാം കേട്ടോ. അതാണ് മന, മനിശ്ശേരി ഒറ്റപ്പാലം ഭാഗത്തുള്ളതാണ്. ഇതാണ് മനിശ്ശേരി മന. ഓക്കെ, നമുക്കത് കാണാം. ഇതിപ്പോൾ അതിൻ്റെ 4:30ത്തേക്ക് കിടക്കാം. ഏറ്റവും 4:30ക്കുള്ള ഭാഗമാണ്. ഇവിടെ എന്തോ ഒരു അറ പോലെയാണ് കേട്ടോ, ഇരുട്ടാണ്. പക്ഷേ ഇതാണ് 4 കെട്ട്. പട്ടിക്കുട്ടി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നടുക്കുള്ളത് മുല്ലത്തറയാണ്. അടുക്കല്ല, മുല്ലത്തറയാണുള്ളത്. തുളസി ആവില്ല, മുല്ലത്തറയായിരിക്കും. ഇത് കുറച്ച് മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെ ഉണ്ട്. ഓരോ മുറികളൊക്കെയാണ്. അതൊക്കെ അടച്ചിട്ടേക്കാണ്. അങ്ങോട്ട് ഇറങ്ങിയാൽ പുറത്തേക്ക് ഇവിടെ കുളമൊക്കെയാണ് തോന്നുന്നു. അങ്ങോട്ട് ഇറങ്ങിയാൽ ഇത് പുറത്തെ ഭാഗമാണ്. ധാരാളം വിസിറ്റേഴ്സൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഇപ്പം നമ്മളതുപോലെ തന്നെ കാണും. ഓരോ തെക്കിനി കിഴക്കിനി ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലങ്ങളാണ്. നമുക്ക് അടുക്കളയിലൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് അടുക്കള വരുന്നത്. നമുക്ക് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ നിറയെ ആൾക്കാരാണ്. ഇത് കുറച്ചൊരു വലിയ അടുക്കളയുടെ ഭാഗമാണ്. വലിയ കുക്കിങ്ങൊക്കെ ചെയ്യാൻ പാകത്തിന് വലിയ അടുപ്പുണ്ട് ഇവിടെ. വലിയ കുഴിയായിട്ടുള്ളൊരു അടുപ്പുണ്ട് ഇവിടെ. പിന്നെ ഇതൊരു പുറത്തേക്കുള്ളൊരു സൈഡാണ്. നിറയെ കണിക്കുന്ന പൂത്ത് നിൽക്കണ ഒരു സ്ഥലമാണിത്. ഇനി അടുക്കള. ഇത് അടുക്കളയാണിത്. ഓവർലാക്കിയിരിക്കുന്നത് അടുക്കള കിണറാണ്. അടുക്കളയിൽ നിന്ന് വെള്ളം കോരാൻ പാകത്തിനുള്ള അടുക്കള കിണർ. പിന്നെ ഇത് പുറത്തേക്കുള്ളൊരു, അതെനിക്ക് തോന്നുന്നു സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ പാകത്തിനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇത് പുറത്തേക്കുള്ള ഭാഗമാണ്. പാടമൊക്കെ ആയിട്ട് ഓരോരോ ഭാഗങ്ങളാണ്. ഇത് പടിക്കിനിയാണ്. പൂജ അങ്ങനെയൊക്കെ ചെയ്യാവുന്നൊരു സ്ഥലമാണ് ഇവിടെ. നിറയെ ആൾക്കാരെ ഗ്രൂപ്പ് ഫോട്ടോ, കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ തോന്നുന്നു. ഓരോരോ ഭാഗങ്ങളാണ്. ഫോട്ടോഗ്രാഫിക്കാണ് എല്ലാവരും ഇവിടെ വരണേ തോന്നുന്നു. നിറയെ ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള മ്യൂറൽ പെയിൻറ്റിങ്. ഇതാണ് അപ്പം നമ്മുടെ വരിക്കാശ്ശേരി മന. ഇത് മുകളിലേക്കൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ കയറാൻ പറ്റില്ല. അപ്പോൾ പട്ടിക്കുട്ടി ഇപ്പോഴും ഉറക്കമാണ്. വന്നപ്പോൾ കണ്ടതാണ്. ഇപ്പോഴും നല്ല ഉറക്കമാണ് അത്. ഇനി പുറത്ത് ആൾക്കാരുണ്ടോ എന്ന് നോക്കാം കേട്ടോ. വെച്ചാൽ നമുക്ക് ആ മണ്ഡപത്തിൽ കയറാം. നമ്മുടെ ദേവാസുരത്തിലൊക്കെ
രേവതിയൊക്കെ ഡാൻസ് കളിച്ച ഒരു മണ്ഡപമാണിത്. മാളികപ്പരയാന്ന് തോന്നുന്നത്. ഇവിടെ മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്.